വ്യൂവേഴ്സ് എല്ലാവർക്കും ദിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് പ്രഗ്നൻസി ട്രൈ ചെയ്യുന്നവർ ഒട്ടും തന്നെ ചെയ്യാൻ പാടില്ലാത്ത 9 മിസ്റ്റേക്സിനെ പറ്റിയിട്ടാണ്. ഈ 9 മിസ്റ്റേക്സ് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇംപ്ലാന്റേഷൻ നടക്കാതിരിക്കാനും ഇനി ഇംപ്ലാന്റേഷൻ ഫെയിൽ ആയിട്ടുണ്ടെങ്കിൽ കുഞ്ഞിൻ്റെ ഗ്രോത്തിനെയും കുഞ്ഞിൻ്റെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിനെയും കുഞ്ഞിൻ്റെ സ്പൈനൽ ഫോർമേഷനെയും ഒക്കെ ഒരുപാട് ഹാംഫുൾ ആയിട്ട് എഫക്റ്റ് ചെയ്യുന്നവയാണ് ഞാൻ ഈ പറയുന്ന 7 മിസ്റ്റേക്സും. അപ്പോൾ ഇതൊക്കെ എന്താണെന്ന് നിങ്ങൾ കൃത്യമായിട്ട് കേൾക്കുക, നോട്ട് ചെയ്ത് വെച്ചിട്ട് ഈ മിസ്റ്റേക്സ് നിങ്ങൾ ചെയ്യാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. കാരണം മെജോറിറ്റി ആളുകൾ ഓവുലേഷൻ ഡേറ്റ് കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് ഈ കാര്യങ്ങളിലൊക്കെ മിസ്റ്റേക്സ് വരുത്തുന്നുണ്ട്. അതുകൊണ്ടാണ് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഇൻഫർമേഷന് വേണ്ടിയിട്ട് എല്ലാ ദിവസവും നമ്മുടെ ചാനലിൽ ലൈവ് സംഘടിപ്പിക്കുന്നുണ്ട്. നമ്മൾ ഡെയിലി ഒരു ഇൻട്രാക്ഷൻ നടക്കുകയാണ് ലൈവ് വഴി പോകുമ്പോഴേക്കും. അതിലൊരുപാട് പേരുടെ സക്സസ് സ്റ്റോറീസ് ഷെയർ ചെയ്യുന്നുണ്ട്. ഒപ്പം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഏതെങ്കിലും വിഷയത്തെ പറ്റിയിട്ട് ഉണ്ടെങ്കിൽ അതിൽ എന്നെ കൊണ്ട് കഴിയുന്ന തരത്തിലുള്ള എക്സ്പ്ലനേഷൻസ് ആ ഡൗട്ട്സിന് എല്ലാത്തിലും ഷെയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരിക്കലും ഒരു ഡോക്ടറുടെ ട്രീറ്റ്മെൻറ്റിന് പകരമായിട്ടുള്ളതല്ല ഞാൻ പറയുന്ന ഒരു തരത്തിലുള്ള ഇൻഫർമേഷൻസും. ഡോക്ടറുടെ ട്രീറ്റ്മെൻറ്റിനോടൊപ്പം കുറച്ച് കാര്യങ്ങൾ ലൈഫ് സ്റ്റൈലിലും കൂടി ചേഞ്ചസ് കൊണ്ടുവരികയാണെങ്കിൽ നിങ്ങൾക്ക് പ്രഗ്നന്റ് ആകാനായിട്ട് സാധിക്കും. ഒപ്പം ഈ ലൈവിൽ നിങ്ങൾക്ക് ഇൻട്രാക്ഷനിൽ വരാവുന്നതാണ്. കമ്മ്യൂണിറ്റി ടാബിൽ ലൈവിൻ്റെ ടൈം പോസ്റ്റ് ചെയ്തിട്ടുണ്ടാകും. അത് നോക്കിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഇൻട്രാക്ഷൻ നടത്താം കേട്ടോ. ഓൾറെഡി കമൻസിന് റിപ്ലൈ കിട്ടാത്തവർക്ക് ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ലൈവിൽ കയറുക എന്നുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്താലോ. പല ആളുകളും പ്രഗ്നൻസി ട്രൈ ചെയ്യുന്ന സമയത്ത് ഡോക്ടർ തരുന്ന മെഡിസിനെ മാത്രമായിട്ട് ട്രസ്റ്റ് ചെയ്തിട്ട് ഇരിക്കുന്നുണ്ട്. ഒരു 50% ഡോക്ടർ ചെയ്യുമെങ്കിൽ ബാക്കി ഒരു 50% നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ ഇംപ്ലാന്റേഷൻ നടക്കുകയുള്ളൂ. ഓവുലേഷൻ കഴിഞ്ഞതിന് ശേഷം എല്ലാവർക്കും കൃത്യമായിട്ട് എഗ് റപ്ചർ ആകുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ റപ്ചർ ആകാത്ത ആളുകൾ ആ സിറ്റുവേഷനിൽ കൂടി കടന്നു പോകുന്നുണ്ടെങ്കിൽ അവർ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ട കുറച്ച് 9 കാര്യങ്ങളുണ്ട്. 9 ന്യൂട്രിയൻസിൽ എന്തെങ്കിലും ഒരു ഡെഫിഷ്യൻസീസ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുമ്പോഴാണ് ഇംപ്ലാന്റേഷൻ ഫെയിൽ ആയി പോകാനായിട്ടുള്ള ചാൻസസ് വർദ്ധിക്കുന്നത്. അതിൽ ഏറ്റവും ആദ്യത്തെ ഒരു ന്യൂട്രിയൻ്റ് എന്ന് പറയുന്നത് കാൽഷ്യമാണ്. നമ്മൾ പലരും തന്നെ കേട്ടിട്ടുള്ള ഒരു ന്യൂട്രിയൻ്റ് ആണ് ഈ കാൽസ്യം എന്ന് പറയുന്നത്. ഈ കാൽഷ്യത്തിൻ്റെ ഡെഫിഷ്യൻസീസ് ബോഡിയിൽ ഉണ്ടാകുന്ന സമയത്ത് അത് ഇംപ്ലാന്റേഷൻ ഫെയിൽ ആകുന്നതിനും ഇനി ഇംപ്ലാന്റേഷൻ നടന്നിട്ടുണ്ടെങ്കിൽ തന്നെ കുഞ്ഞിൻ്റെ ഗ്രോത്തിനെയും ഡെവലപ്മെൻറ്റിനെയും അത് അഫക്റ്റ് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്. അതെങ്ങനെയാണെന്ന് നോക്കാം. എന്തുകൊണ്ടാണ് ഈ കാൽസ്യം നമുക്ക് വേണ്ടതെന്ന് ഏറ്റവും ആദ്യം മനസ്സിലാക്കാം. ഇത് കുഞ്ഞിൻ്റെയും നമുക്കാണെങ്കിലും സ്ട്രോങ് ആയിട്ടുള്ള ബോൺസിൻ്റെയും ടീത്തിൻ്റെയും ഫോർമേഷന് വേണ്ടിയിട്ട് സഹായിക്കുന്നവയാണ്. അപ്പോൾ കാൽസ്യത്തിൻ്റെ എന്തെങ്കിലും ഒരു ഡെഫിഷ്യൻസീസ് പ്രഗ്നൻസിയുടെ സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ തന്നെ നിങ്ങൾക്ക് ഉണ്ടാവുകയാണെങ്കിൽ അത് കുഞ്ഞിൻ്റെ ഇത്തരത്തിലുള്ള ഫോർമേഷനെ അഫക്റ്റ് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ കുഞ്ഞിന് ആ ഒരു ഫോം ഒക്കെ കൃത്യമായിട്ട് കിട്ടാതെ വരികയും സ്കാനിങ്ങിലൊക്കെ ഇഷ്യൂസ് കണ്ടിട്ട് നമ്മൾ ടെർമിനേറ്റ് ചെയ്ത് കളയേണ്ട സിറ്റുവേഷൻസ് ഉണ്ടാവുകയും ചെയ്യുന്നു. ഇത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രഗ്നൻസി പ്ലാൻ ചെയ്ത് തുടങ്ങുന്ന സമയത്ത് തന്നെ ആഡിക്വേറ്റ് ആയിട്ട് പാലും അതുപോലെ ചീസ് ആണെങ്കിലും യോഗേർട്ട് ആണെങ്കിലും അതുപോലെ ഡാർക്ക് ഗ്രീൻ ആയിട്ടുള്ള വെജിറ്റബിൾസ് ആണെങ്കിലും നിങ്ങൾ എടുക്കാനായിട്ട് നോക്കുക. ഇത് കാൽസ്യത്തിൻ്റെ ലെവൽ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കും കേട്ടോ. രണ്ടാമതായിട്ട് നമുക്ക് വേണ്ടുന്ന ന്യൂട്രിയൻ്റ് ആണ് അയേൺ എന്ന് പറയുന്നത്. ഈ അയോണിന് നമ്മൾ പ്രഗ്നൻസി ട്രൈ ചെയ്യുന്ന സമയത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റോള് തന്നെയുണ്ട്. ഗർഭസ്ഥ ശിശു അവിടെ ഫോം ചെയ്ത് കഴിഞ്ഞാലും പിന്നീട് അങ്ങോട്ടേക്കുള്ള കുഞ്ഞിൻ്റെ വളർച്ചയൊക്കെ തീരുമാനിക്കുന്നത് അതിലോട്ടുള്ള രക്തയോട്ടത്തിന് അനുസരിച്ചിട്ടാണ്. എംബ്രിയോയിലോട്ടുള്ള രക്തയോട്ടം കുറയുന്ന സിറ്റുവേഷനിൽ കുഞ്ഞിൻ്റെ ഫോർമേഷൻ അവിടെ വെച്ചിട്ട് തന്നെ നിന്നു പോകുന്ന സിറ്റുവേഷൻസ് ഉണ്ട്. ഇവിടെയാണ് അയേണിൻ്റെ ഹെൽപ്പ് നമുക്ക് കിട്ടുന്നത്. ഈ അയേൺ റെഡ് ബ്ലഡ് സെൽസിനെ നമ്മുടെ റെഡ് ബ്ലഡ് സെൽസും അതുപോലെ ഓക്സിജനും ഒക്കെ ഫീറ്റസിലോട്ട് എത്തുന്നതിന് വേണ്ടിയിട്ടും കുഞ്ഞിൻ്റെ ഫോർമേഷൻ നന്നായിട്ട് നടക്കുന്നതിന് വേണ്ടിയിട്ടും സഹായിക്കുന്നുണ്ട് കേട്ടോ. അയോണിൻ്റെ ഡെഫിഷ്യൻസീസ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ പച്ചക്കറികൾ ധാരാളമായിട്ട് കഴിക്കാനായിട്ട് നോക്കുക. ഫിഷ് കഴിക്കുക, നട്ട്സ് കഴിക്കുക, മാതള നാരങ്ങ കഴിക്കുക, ബീറ്റ്റൂട്ട് കഴിക്കുക, അങ്ങനെയുള്ള ഉണക്കമുന്തിരി കഴിക്കുക. ഇതെല്ലാം നിങ്ങൾ ഡയറ്റിൽ ഉൾപ്പെടുത്താനായിട്ട് നോക്കുക. ഇതിൻ്റെ ഡെഫിഷ്യൻസീസ് മൂലം മിസ്കാരേജ് ഉണ്ടാകുന്നത് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. അടുത്തതായിട്ട് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ട ഒന്നാണ് അയോഡിൻ എന്ന് പറയുന്നത്. അയോഡിനെ പറ്റിയിട്ട് പലരും തന്നെ കേട്ടിട്ടുണ്ടാകും. പക്ഷേ ഏർലി സ്റ്റേജിൽ കുഞ്ഞിൻ്റെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിന് ഒരുപാട് പങ്ക് വഹിക്കുന്ന ഒന്നാണ് ഈ അയോഡിൻ എന്ന് പറയുന്നത്. അതിൻ്റെ ഡെഫിഷ്യൻസീസ് നമ്മുടെ ശരീരത്തിലുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞിനത് കിട്ടില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ കുഞ്ഞിൻ്റെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിനെ അത് അഫക്റ്റ് ചെയ്യും. അയോഡൈസ്ഡ് ആയിട്ടുള്ള സോൾട്ട് ഉപയോഗിക്കുന്നത് വഴിയും ഡയറി പ്രൊഡക്ട്സ് ഉപയോഗിക്കുന്നതും അതുപോലെ സീ ഫുഡ്സ് ഉപയോഗിക്കുന്നതും മീറ്റ്, എഗ്ഗ് ഇതൊക്കെ കഴിക്കുന്നത് വഴി അയോഡിൻ കൃത്യമായിട്ടുള്ള ലെവലിൽ നമ്മുടെ ശരീരത്തിലോട്ട് എത്തുന്നതിന് വേണ്ടിയിട്ട് അത് സഹായിക്കുന്നുണ്ട് കേട്ടോ. അടുത്ത കാറ്റഗറിയിൽ പെടുന്ന ന്യൂട്രിയൻ്റ് നിങ്ങൾ അധികം ഒന്നും കേട്ടിട്ടുണ്ടാവില്ല. ഇതിൻ്റെ പേരാണ് കോളിൻ. ഈ കോളിനും നമ്മുടെയും അതുപോലെ ഗർഭസ്ഥ ശിശുവിൻ്റെയും ആ ഒരു ഗ്രോത്തിന് ഒരുപാട് സഹായിക്കുന്നതാണ്. ഇതിൻ്റെ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസീസ് നമുക്കുണ്ടാകുന്ന സമയത്ത് കുഞ്ഞിൻ്റെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിൻ്റെയും
സ്പൈനൽ ഡെവലപ്മെന്റിനെയും അത് അഫക്റ്റ് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ കുഞ്ഞിന് ബുദ്ധിക്ക് എന്തെങ്കിലും വൈകല്യങ്ങൾ ഉണ്ടാകുന്നതിനും ജനിക്കുന്ന സമയത്ത് എന്തെങ്കിലും വൈകല്യങ്ങൾ ഉണ്ടാകുന്നതിനുമൊക്കെ അത് കാരണമാകും കേട്ടോ. അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണേ. അതിന് വേണ്ടിയിട്ട് മിൽക്ക്, ബീഫ്, അതുപോലെ ലിവർ, എഗ്ഗ്, നമ്മുടെ പീനട്ട്, സോയ പ്രൊഡക്ട്സ് ഒക്കെ ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. അടുത്ത കാറ്റഗറിയിൽ പെടുന്ന ന്യൂട്രിയൻ്റ് ആണ് വിറ്റമിൻ എ എന്ന് പറയുന്നത്. ഇത് കുഞ്ഞിൻ്റെ സ്കിന്ന് നന്നായിട്ട് ഹെൽത്തി ആയിട്ട് വരുന്നതിനും അതുപോലെ ഐസൈറ്റ്, ബോൺ ഗ്രോത്ത് ഇതൊക്കെ നന്നായിട്ട് ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നതുമാണ് കേട്ടോ. ക്യാരറ്റ്, ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, സ്വീറ്റ് പൊട്ടാറ്റോയിലൊക്കെ വിറ്റമിൻ എയുടെ കണ്ടന്റ് നല്ലോണം തന്നെ അടങ്ങിയിട്ടുണ്ട്. അതും നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ. അടുത്തത് വിറ്റമിൻ സി ആണ്. വിറ്റമിൻ സി നമ്മുടെ ഒരു പ്രഗ്നൻസിയിൽ കോംപ്ലിക്കേഷൻസ് ഒന്നും ഉണ്ടാകാതിരിക്കാനും അതുപോലെ ഇൻട്രാ യൂട്രൈൻ ഗ്രോത്ത് റെസ്ട്രിക്ഷൻ ഉണ്ടല്ലോ, അതുപോലെ മെറ്റേണൽ അനീമിയ ഉണ്ടാകുന്നത് പ്രിവെന്റ് ചെയ്യുന്നതിനും സഹായിക്കുന്നു. ചില കുഞ്ഞുങ്ങൾക്കൊക്കെ എന്ന് പറയുന്നത് ഗ്രോത്ത് പകുതിക്ക് വെച്ചിട്ട് നിന്ന് പോകുന്ന സിറ്റുവേഷൻ ഉണ്ട്, അതുപോലെ ഗ്രോത്ത് പുറകോട്ടേക്ക് പോകുന്ന സിറ്റുവേഷൻ ഉണ്ട്. ഒരു 9 വീക്സിന്റെ വളർച്ച ശരിക്കും കുഞ്ഞിന് ഉണ്ടാവണമെങ്കിലും ഒരു 4 വീക്സ് പോലും എത്തിയിട്ടുണ്ടാവില്ല. അതുപോലെ ഇനിയിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് പ്രഗ്നൻസി മുൻപോട്ടേക്ക് പോയി കഴിഞ്ഞാലും കുഞ്ഞിന് വേണ്ടതായിട്ടുള്ള ഗ്രോത്ത് ഇല്ലാത്ത സിറ്റുവേഷൻസ്, ഗ്രോത്ത് പുറകോട്ടേക്ക് പോകുന്ന സിറ്റുവേഷൻസ് ഒക്കെ ഈ ഒരു ഡെഫിഷ്യൻസീസ് മൂലം, വിറ്റമിൻ സിയുടെ ഡെഫിഷ്യൻസി മൂലം കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. അതൊന്ന് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നേരത്തെ മുതൽ തന്നെ വിറ്റമിൻ സിയുടെ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുക. അതുപോലെ പ്രഗ്നൻസി സമയത്ത് അനീമിയ ഉണ്ടായി കഴിഞ്ഞാൽ അതും കുഞ്ഞിന്റെ ഗ്രോത്തിനെ വളരെ മോശമായിട്ട് തന്നെ അഫക്ട് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. വിറ്റമിൻ സിയുടെ കണ്ടന്റ് ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ളത് സിട്രസ് ഫ്രൂട്ട്സിലും ബ്രൊക്കോളിയിലും ടൊമാറ്റോയിലും മറ്റു ബെറീസിലും ഒക്കെയാണ്. അതുപോലെ നട്ട്സിന്റെ കാറ്റഗറിയിൽ വരുന്നതിലും ഇതിന്റെ കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട്. അങ്ങനെ നിങ്ങൾ ഉപയോഗിക്കുക. നിങ്ങളുടെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കുന്നതിനും പെട്ടെന്ന് രോഗങ്ങൾ വരുന്നത് പ്രിവെന്റ് ചെയ്യുന്നതിനും വിറ്റമിൻ സിയുടെ കണ്ടന്റ് ഉപയോഗിക്കുന്നത് നിങ്ങളെ സഹായിക്കും. അടുത്ത വരുന്നതാണ് വിറ്റമിൻ ഡി എന്ന് പറയുന്നത്. വിറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി പലതരത്തിലുള്ള ഇഷ്യൂസ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നുണ്ട്. ഫാക്ടറിലോട്ട് വന്നു കഴിഞ്ഞാൽ അത് കുഞ്ഞിന്റെ ബോൺസിനെയും അതുപോലെ കുഞ്ഞിന്റെ അഫക്ട് ചെയ്യാനായിട്ട് അതിന്റെ ഡെഫിഷ്യൻസീസ് നമുക്ക് ഇതുപോലെ കുഞ്ഞിന്റെ വളർച്ചയൊക്കെയാണോ ബ്ലീഡിങ് വരുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് പ്രിവെന്റ് ചെയ്യാൻ മാസം ഒരു 8-ാം തീയതിയാണ് എക്സ്പോഷർ മാക്സിമം ഒരു 15 മിനിറ്റ്സ് കൊള്ളാനായിട്ട് നിങ്ങൾ നോക്കുക. ശക്തമായിട്ടുള്ള ചൂട് 15 മിനിറ്റ്സ് കൊള്ളാനല്ല, നോർമലി നമുക്ക് താങ്ങാൻ പറ്റുന്ന ഒരു ടെമ്പറേച്ചർ 15 മിനിറ്റ്സെങ്കിലും ചൂട് കൊള്ളുക. അല്ലെങ്കിൽ വിറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ നിങ്ങൾ ബോഡിയിൽ കാണാണ് കൈവേദന, കാലുവേദന, ക്ഷീണം, മുടി കൊഴിച്ചിൽ അങ്ങനെയൊക്കെ എന്തെങ്കിലും കണ്ടിന്യൂസ് ആയിട്ടുള്ള ലക്ഷണങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഡോക്ടറെ കണ്ടിട്ട് മെഡിസിൻ എടുക്കുകയാണെങ്കിൽ വിറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി ഒരു പരിധി വരെ നിയന്ത്രിച്ച് കൊണ്ടുപോകാനായിട്ട് നമുക്ക് സാധിക്കും. മിൽക്കും അതുമായി ബന്ധപ്പെട്ടുള്ള ഒക്കെ കഴിക്കുന്നത് നല്ലതാണ്. അടുത്തത് വരുന്നതാണ് വിറ്റമിൻ B12. ഈ വിറ്റമിൻ B12 കുഞ്ഞിന്റെ നെർവസ് സിസ്റ്റത്തിനെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും റെഡ് ബ്ലഡ് സെൽസിന്റെ ഫോർമേഷൻ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടും സഹായിക്കുന്നതാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നല്ലതാണ്. കൃത്യമായിട്ട് അടുത്ത കാറ്റഗറിയിൽ വരുന്നതാണ് ഫോളിക് ആസിഡ് എന്ന് പറയുന്നത്. കുഞ്ഞിനെ ബർത്ത് ഡിഫക്ട്സ് ഒക്കെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടും ബ്രെയിനും സ്പൈനും ഒക്കെ നന്നായിട്ട് പെർഫോം ചെയ്യാൻ, നന്നായിട്ട് ഡെവലപ്പ് ആവുന്നതിന് വേണ്ടിയിട്ടും സഹായിക്കുന്നതാണ് ഫോളിക് ആസിഡ് എന്ന് പറയുന്നത്. ഫോളിക് ആസിഡിന്റെ കണ്ടന്റ് ശരീരത്തിൽ കുറഞ്ഞു പോവുകയാണെങ്കിൽ കുഞ്ഞിന്റെ ഗ്രോത്തിനെ ഡെവലപ്മെന്റിനെ അത് അഫക്ട് ചെയ്യും. അപ്പോൾ പ്ലാസന്റയുടെ ഫോർമേഷനെയും അത് അഫക്ട് ചെയ്യാനായിട്ട് അതുകൊണ്ട് മാക്സിമം ഫോളിക് ആസിഡിന്റെ ഇൻടേക്ക് നമ്മൾ കൊണ്ടുവരാനായിട്ട് നോക്കുക. ഫോളിക് ആസിഡിന്റെ കണ്ടന്റ് കൂടുതലായിട്ട് വെജിറ്റബിൾസിലൊക്കെ നന്നായിട്ട് അടങ്ങിയിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മുടെ ഡിസ്ചാർജ് പോയിന്റ് കണ്ടന്റ് ചീരയിലൊക്കെയാണ്. അതുപോലെ ചിക്കൻ പീസ് കഴിക്കുന്നത് നല്ലതാണ്. മറ്റുള്ള ഗ്രീൻ ലീഫി വെജിറ്റബിൾസിന്റെ ഇൻടേക്കും എടുക്കുന്നത് നല്ലതാണ് കേട്ടോ. ഇത്രയും ഫാക്ടേഴ്സ്, അതായത് ഞാൻ ഈ പറഞ്ഞിട്ടുള്ള കാൽഷ്യം, അയോഡിൻ, കോളിൻ, വിറ്റമിൻ എ, വിറ്റമിൻ സി, വിറ്റമിൻ ഡി, B12, ഫോളിക് ആസിഡ് ഇങ്ങനെയുള്ള കണ്ടന്റ്സിന്റെ ഒക്കെ ഡെഫിഷ്യൻസീസ് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് കെമിക്കൽ പ്രഗ്നൻസി ഉണ്ടാകുന്നതിനും ചാൻസ് ഉണ്ട്. കാരണം കുഞ്ഞിന്റെ ഗ്രോത്തിന് വേണ്ടതൊന്നും നിങ്ങളുടെ ശരീരത്തിലില്ല. ഇല്ലാത്തതിന് നമുക്ക് കുഞ്ഞിന് വളരാനായിട്ട് പറ്റുമോ? പറ്റില്ല. അവിടെ വെച്ചിട്ട് നമുക്ക് കെമിക്കൽ പ്രഗ്നൻസി ഉണ്ടായി പോകുന്ന സിറ്റുവേഷൻ ഉണ്ടാകാം. പകുതിക്ക് വെച്ചിട്ട് നമ്മൾ തന്നെ ടെർമിനേറ്റ് ചെയ്ത് കളയേണ്ട സിറ്റുവേഷൻസ് ഉണ്ടാകാം കേട്ടോ. അതൊക്കെ ഒന്ന് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്നവർ ഇതിൻ്റെയൊക്കെ കണ്ടന്റ് നമ്മുടെ ശരീരത്തിലുണ്ട് എന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക. ഇപ്പോൾ നിങ്ങൾ പ്രഗ്നൻസി ആവാനായിട്ട് ഇപ്പോൾ പ്ലാൻ ചെയ്യുന്നേ ഉള്ളൂ, ഞങ്ങളിപ്പോൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഞങ്ങളിപ്പോൾ ഓവുലേഷൻ ഫേസിലിരിക്കുകയാണ് അല്ലെങ്കിൽ ലൂട്ടിയൽ ഫേസിലിരിക്കുകയാണെങ്കിൽ നിങ്ങൾ അതിന് ശേഷവും ഇത്തരത്തിലുള്ള കണ്ടന്റ്സ് ശരീരത്തിലോട്ട് എത്തിക്കാനായിട്ട് നോക്കുക. ഇതിൽ നിന്നെല്ലാം നോക്കിയപ്പോഴേക്കും, അതായത് ഇത്രയും ന്യൂട്രിയൻസ് നിങ്ങൾ വായിച്ചപ്പോൾ നിങ്ങൾക്ക് കോമൺ ആയിട്ട് കിട്ടിയ കുറച്ച് ഭക്ഷണ വസ്തുക്കൾ ഉണ്ടാകും. അതായത്
പാല്, മുട്ട, നട്ട്സ്, ഇലക്കറികൾ, പച്ചക്കറികൾ, ഇതൊക്കെയാണ് ഏറ്റവും കോമൺ ആയിട്ട് വന്നിട്ടുള്ള ഈ ഫുഡ് ഐറ്റംസ് എല്ലാം അടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ. ഇത് നിങ്ങൾ കൂടുതൽ എടുക്കാനായിട്ട് നോക്കുക. അതുകൊണ്ടാണ് എല്ലാവരോടും ഹെൽത്തി ഫുഡ് കഴിക്കാനായിട്ട് പറയുന്നത് കേട്ടോ. ഇതിൻ്റെ ഡെഫിഷ്യൻസീസ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുഞ്ഞിൻ്റെ ഗ്രോത്ത് അവിടെ വെച്ചിട്ട് തന്നെ നിന്ന് പോകും. അതുപോലെ തന്നെ ഇനിയിപ്പോൾ പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞിട്ട് ഇതിൻ്റെ മെഡിസിൻസ് എടുത്താൽ പോരെ എന്ന് വിചാരിക്കാനും പാടില്ല. കാരണം നമ്മൾ പ്രഗ്നൻസി ആണ് എന്ന് ഡിറ്റക്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫസ്റ്റ് ട്രൈമസ്റ്ററിൻ്റെ ഫസ്റ്റ് മന്ത് അവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ടാകും. പിന്നീട് അങ്ങോട്ടേക്ക് നമുക്കിത് കിട്ടിയിട്ടും വലിയ ഗുണം ഉണ്ടാകുന്ന സിറ്റുവേഷൻ ഉണ്ടാവില്ല. അതുകൊണ്ട് മാക്സിമം ആ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാനായിട്ട് നോക്കുക. ഈ 9 മിസ്റ്റേക്സ് നിങ്ങൾ ചെയ്യുന്നുണ്ട്, ഈ കാര്യങ്ങളൊന്നും നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നില്ലെങ്കിൽ അതൊക്കെ ഒന്ന് പ്രിവെൻറ്റ് ചെയ്തിട്ട് പ്രഗ്നൻസീസ് നോക്കുക. അൺഎക്സ്പ്ലെയിൻഡ് ഇൻഫെർട്ടിലിറ്റി ഉള്ള ആളുകൾക്കും ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യമാണിതെന്ന് പറയുന്നത്. ഇനി എല്ലാ ദിവസവും പാലും മുട്ടയൊന്നും കഴിക്കാനായിട്ട് പറ്റില്ല, അങ്ങനെയുള്ള സിറ്റുവേഷനിലല്ല ഞങ്ങളെങ്കിൽ ന്യൂട്രിയൻ്റ് അടങ്ങിയിട്ടുള്ള ബാക്കിയുള്ള വിറ്റമിൻ സപ്ലിമെൻറ്റ്സ്, മൾട്ടി വിറ്റമിൻ്റെ ടാബ്ലറ്റ്സ്, അതുപോലെ കാൽഷ്യം, അയൺ, ഫോളിക് ആസിഡ് അടങ്ങിയിട്ടുള്ള കണ്ടൻസ് ഉള്ള മെഡിസിൻസ് ഡോക്ടറോട് ചോദിച്ചിട്ട് നിങ്ങൾ എടുക്കാനായിട്ട് നോക്കുക. ഇത് മിസ്കാരേജ് ഉണ്ടാകുന്നത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മാക്സിമം നിങ്ങൾ ഇന്ന് മുതൽക്ക് തന്നെ ഫോളോ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണേ. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.